ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റുകളുടെയും ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ EMI സൗകര്യത്തോടെ നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ നിന്ന് സ്വന്തമാക്കാം. ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു. ഈ അറവ് ശാലയിൽ നിന്നും അറക്കുന്ന വേസ്റ്റ് വെള്ളവും വേസ്റ്റാണ് ഈ ചോരയും ഈ വേസ്റ്റ് ഇത് വഴി പോകുന്ന ഈ വെള്ളം. ഈ തോടെന്ന് പറഞ്ഞാൽ നേരെ അടപ്പുവാറ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ സൈഡ് വാര നേരെ ചെന്ന് നിൽക്കുന്ന എത്തിക്കര ആറ്റിനകത്ത് ഈ വെള്ളം അരിഞ്ഞു പോകുന്നത് തോട്ട അടുത്ത ഇവിടെ ഒരു കുളിക്കുന്നതായ രീതിയിലുള്ള ഇതിന് പോകുന്നത്. ഏരൂർ പത്തടിയിൽ ഇറച്ചി വിൽപ്പന സ്ഥാപനത്തിന്റെ മറവിൽ നടന്നു വന്നത് അനധികൃത അറവുശാല. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ അറിയിച്ചതനുസരിച്ചെത്തിയ വിവിധ വകുപ്പധികൃതരും കണ്ടത് നിയമലംഘനത്തിന്റെ ഞെട്ടിക്കുന്ന കാഴ്ച. ഇതേ തുടർന്ന് സ്ഥാപനം അധികൃതർ പൂട്ടിച്ചു. കഴിഞ്ഞ ദിവസം ആയിരനെല്ലൂർ ഭാഗത്ത് മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായിരുന്നു. ഇതിൽ നിരപരാധിയുണ്ടെന്നും യഥാർത്ഥ പ്രതി ഇറച്ചിക്കട ഉടമയാണെന്നും ആരോപിച്ചുകൊണ്ടാണ് പത്തടിയിലെ ബീഫ് സ്റ്റാൾ എന്ന സ്ഥാപനത്തിന് മുന്നിൽ പിടിയിലായ പ്രതികളിൽ ഒരാളുടെ മാതാവും ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയത്. ഇതിനിടയിലാണ് നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നി സ്ഥാപനത്തിന്റെ ഉള്ളിൽ കയറി പരിശോധിച്ചത്. ഇതോടെ പുറത്തായത് ഇറച്ചിക്കടയുടെ മറവിൽ നടന്നു വന്ന അനധികൃത അറവുശാലയുടെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ഇറച്ചിക്കായി വെട്ടിയ കാള, പോത്ത്, പശു അടക്കമുള്ളവയുടെ എല്ലും തോലും തലയും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പിറകുവശത്തായി വലിയ വീപ്പകളിലും പെട്ടികളിലുമായി സൂക്ഷിച്ചിരിക്കുന്നു. അറക്കുന്ന മാടുകളുടെ രക്തവും ഇവിടെ കഴുകുന്ന മലിനജലവും ഉൾപ്പെടെയുള്ളവ ഒഴുക്കുന്നത് നിരവധി പേർ കൃഷിക്കും തുണിയലക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന തോട്ടിലേക്ക്. ഇവിടെയും തീർന്നില്ല നിയമലംഘനം. ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചിയും നെയ്യും ഉൾപ്പെടെയുള്ളവ പിൻഭാഗത്ത് യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളോ വൃത്തിയോ ഇല്ലാത്ത ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതോടെ നാട്ടുകാർ അധികൃതരെ വിവരമറിയിച്ചു. പേപ്പർ ആ ഷോർട്ട് ഹൗസിൽ പോയി അറുത്ത് അവിടുത്തെ കന്നാലി അറവുശാല അറുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിച്ച് ആണ് ഇവിടെ കശാപ്പ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ പഞ്ചായത്തുകാരെ ലേലം ചെയ്ത് കൊടുത്തു 10-12,000 രൂപ ഏതെങ്കിലും ഷോർട്ട് ഹൗസിൻ്റെ പേപ്പറിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ച് പഞ്ചായത്ത് കൊടുത്ത് അവരത് ലേലം ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ പറമ്പിലാണ് ഇവർ ഈ കടയ്ക്കകത്തിട്ട് 3-4 കടകളുണ്ട് അവർക്ക്. ആ കടകളിൽ 5-6 കന്നാലിയല്ല ഡെയിലി ഇവിടെ ഇട്ട് കശാപ്പ് ചെയ്യുന്നത്. ആ കശാപ്പിൻ്റെ വേസ്റ്റ് വെള്ളം, വേസ്റ്റ് ചോരയും പരിപ്പും ചാടാനും എല്ലാം പോകുന്നത് ഈ തോട്ടിൽ കൂടെ. ഈ തോട് നേരെ ചെന്ന് നിൽക്കുന്നത് നരസിംഹ വഴി. ആ തോട് വഴി നേരെ ചെന്ന് നിൽക്കുന്ന എത്തിക്കരാറ്റില്ല. ഒരുപാട് പാവങ്ങൾ ഈ ചൂട് സമയത്ത് കന്നാലി കുളിപ്പിക്കാനും തുണി കഴുകാനും കുളിക്കുന്നത് വരെ ഈ തോടുകളിൽ നിന്നാണ്. ഏരൂർ പോലീസും ആരോഗ്യവകുപ്പ് അധികൃതരും വാർഡംഗം ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇറച്ചിക്കട അധികൃതർ പൂട്ടിച്ചു. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി. ഈ ഇറച്ചിക്കടയെക്കുറിച്ച് നിരവധി പരാതികൾ ഇതിനു മുമ്പും പഞ്ചായത്തിന് കളക്ടർ ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല പഞ്ചായത്ത് തന്നെ ഇവരുടെ പേർക്ക് 2 കേസ് എടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഒരു കേസ് ഫോറസ്റ്റുകാർ, ഓയിൽ ഫാം ഇന്ത്യക്കാർ എടുത്തിട്ടുള്ളതായിട്ട് അറിയാം. നിരന്തരം പരാതി കൊടുത്തിട്ടും ഇതിനൊന്നും ഒരു അറുതി വരുന്നില്ല. ഇവിടെ ഒരു സ്ലോട്ടർ ഹൗസോ മറ്റൊരു ഇതും നടപടിയും ഇല്ലാതെ ഈ റോഡ് സൈഡിലുള്ള ഈ ഇറച്ചിക്കടയുടെ പുറകിലിട്ടാണ് ഈ കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത്. മലയോര ഹൈവേയുടെ വശത്തായി ജനവാസ മേഖലയിൽ ഇത്രയും വലിയ നിയമലംഘനം നടന്നിട്ടും ബന്ധപ്പെട്ടവരാരും അറിഞ്ഞില്ല എന്നാണ് വിവരം. അതേസമയം നിയമലംഘനത്തിന്റെ പേരിൽ സ്ഥാപനത്തിനെതിരെ നിരവധി തവണ നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഈ ബീഫ് സ്റ്റാളിന് തന്നെ പലപ്പോഴായി പിഴ അടപ്പിച്ചിട്ടുള്ളതും പലപ്പോഴായി വാണിംഗ് കൊടുത്തിട്ടുള്ളതും അതിന്റെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ശക്തമായ നടപടി അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങളുമൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ തുടർ നടപടികളും കൃത്യമായി തന്നെ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ മാലിന്യങ്ങൾ നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിൽ ആയിരനെല്ലൂർ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതികളെ ഇന്നലെ 2 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ്. ഇനി തക്കതായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് പൊതുയിടങ്ങളിൽ വലിച്ചെറിയുന്നതും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതുമൊക്കെ ഉണ്ടെങ്കിൽ കടുത്ത നടപടിയുമായി പഞ്ചായത്തും മറ്റ് നിയമ സംവിധാനങ്ങളും മുന്നോട്ട് പോകും. ഇതോടെ നിരന്തരം നിയമലംഘനം നടത്തുന്ന സ്ഥാപനത്തിനെതിരെ എന്തുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നാട്ടുവാർത്ത, ഏരൂർ. വെറും 1 രൂപ
അതെ, വെറും ₹1 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം യമഹയുടെ മൈലേജ് സ്കൂട്ടേഴ്സായ ഫാസിനോയും ബ്രേയും. 70 മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ₹7,000 ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. FT സീരീസിന് ₹6,500 ക്യാഷ് ബാക്ക്, FZX സീരീസിന് ₹7,500 ക്യാഷ് ബാക്ക്, R15 MTക്ക് ₹10,000 ക്യാഷ് ബാക്ക്. അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ? ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ യമഹ വാഹനം ഡെവിക്സ് ഓട്ടോ ഹബ് കടയ്ക്കൽ നിന്ന്.